ഈ ഒരു KGF എന്നൊരു പടം വന്ന ശേഷം അണ്ടർഡോഗ് ടൈപ്പുള്ള സ്റ്റോറീസ് എടുത്തു വച്ചാൽ ചുമ്മാ കയറി അങ്ങ് കോടികൾ വരാം എന്നാരോ പറഞ്ഞു വെച്ച്. ഈ ഒരു പടത്തിന് ശേഷം എല്ലാ പരിപ്പോട യൂണിവേഴ്സുകളിൽ നിന്നും മാസം തോറും പാൻ ഇന്ത്യൻ അപരാധങ്ങൾ ഇറങ്ങുവാൻ തുടങ്ങി. ഈ ഒരു തീമിനെ ബേസ് ചെയ്ത് 2021 റിലീസായ ഒരു പടത്തിൻ്റെ കാട്ടപരാധ ക്രിഞ്ച് പ്രോമാക്സ് സീക്വലാണ് 2024 റിലീസായ പുഷ്പയുടെ ദുഃഖവും ശ്രീവല്ലിയുടെ സ്വപ്നവും. ഒരു മിനി KGF വേണമെന്ന് നമ്മുടെ പ്രൊഡ്യൂസർ ഇവിടെ പറഞ്ഞപ്പോൾ നമ്മുടെ സുഗുവണ്ണനാകട്ടെ ഒരു മെഗാബൈറ്റ്സ് സീരിയൽ തന്നെ ഇവിടെ എടുത്തു വെച്ച്. സിനിമയുടെ തുടക്കം തന്നെ നമ്മുടെ പുഷ്പയുടെ ഇൻട്രോ സീനാണ്. ഇത് എവിടെ പോയി കിടക്കുക? സന്ധ്യാവ് ആശാന്റെ കസ്റ്റഡി തന്നെയുള്ള പെണ്ണല്ലേ? ആണോ? നല്ല ബെസ്റ്റ് പെണ്ണാന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സന്ധ്യാവേ, അയ്യേ, ഇതാണ് നീ പറഞ്ഞ ബെസ്റ്റ് പെണ്ണ്. പുളു അടിക്കുന്നതിനും. സോറി അണ്ണ, സോറി. The only actor who can do this is Allu Arjun sir. It's the guts and the power to and the alphaness to wear a sari, dance in a sari, do an action in a sari. But where is the king? ഈ കൂട്ടത്തിലെ കൊമ്പൻ എവിടെ? അപ്പോൾ സീൻ ഇതാണ്. പുഷ്പയുടെ രക്തചന്ദനമെല്ലാം ജപ്പാനിലേക്ക് കയറ്റി അയക്കുവാൻ തുടങ്ങി. പക്ഷെ അതിനൊന്നും ഇതുവരെ ക്യാഷ് റിട്ടേൺ ലഭിച്ചില്ല. എന്നാൽ ഇവിടെ നമ്മുടെ കഥാനായകൻ പുഷ്പ ചന്ദന തടിയോടൊപ്പം കണ്ടെയ്നറിൽ കയറി ജപ്പാനിലേക്ക് വരികയാണ്. അത് 40 ദിവസം. ഓക്കെ, പുഷ്പയ്ക്ക് വളരാൻ വെള്ളവും വെളിച്ചമൊന്നും വേണ്ട, കാരണം നമ്മുടെ പുഷ്പ ഫയർ ആണല്ലോ. പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു ബാത്റൂമെങ്കിലും വേണ്ടേ? എന്തായാലും ഈ കണ്ടെയ്നറിൻ്റെ അകത്ത് ചന്ദനമായത് നന്നായി, അല്ലെങ്കിൽ വേറെ പലതും മണത്തേനെ. ഇതിപ്പോൾ ചന്ദനം ചാരിയത് കൊണ്ട് ചന്ദനം മണക്കും. ഇനി അരമണിക്കൂർ നമ്മുടെ പുഷ്പയുടെ പുഷ്പത്താരങ്ങൾ കാണാം. നിഹോന ടൊമോയോ കേൻകിക്കാ ഒരേനോ ബൂട്ട്സിക്കോ ടൊഡോക്കോ കൊനിവോ നമ്മുടെ അണ്ണന് കണ്ടെയ്നറിന്റെ അകത്ത് വേറെ ഒന്നിനും ടൈം കിട്ടിയില്ലെങ്കിലും ഭാഷാ സഹായം നോക്കി ജപ്പാൻ ഭാഷ പഠിക്കുവാൻ അവസരം ലഭിച്ചു. അക്ക ചക്ക വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി. ജപ്പാനിലുള്ള ഈ തെറിവിളി കേട്ട് വില്ലന്മാർ ചാടിയടിക്കുന്നു. പുഷ്പയാകട്ടെ പറന്നടിക്കുന്നു. പിന്നെ എന്തൊക്കെയോ നടക്കുന്നു. ഇതിനിടയിൽ എവിടെന്നോ വന്ന ഒരുത്തൻ പുഷ്പക്കെട്ട് വെടി പൊട്ടിക്കുന്നു. ഓക്കെ, സ്റ്റോപ്പ് പ്ലീസ്. ഈ ഗഡി വെടിവെച്ചത് താഴെ നിന്ന്, പുഷ്പ ഓടുന്നത് മുകളിൽ പുറം തിരിഞ്ഞ്, വെടി കൊണ്ടത് പുറകിൽ നിന്ന് നേരെ. ടെക്നോളജിയുടെയൊക്കെ ഒരു പോക്കേ. ഈ ഒരു കൊണച്ച എക്സ്പ്രഷനും ഇട്ട് വെള്ളത്തിൽ വീണ പുഷ്പയെ കാത്തിരുതാവട്ടെ മറ്റൊന്ന്. 3.5 മണിക്കൂർ പ്രേക്ഷകരെ തിയേറ്ററിൽ ഇരുത്തി വെറുപ്പിക്കുമെന്നുള്ള മനസ്സ് അവൻ്റേത്. അത് ആർക്കും തടക്കാനാവില്ല. സിനിമയുടെ ഫസ്റ്റ് സെഗ്മെൻറ്റ് പുഷ്പയുടെ ദുഃഖം. വെറും ഒരു ബ്രാൻഡ് മാത്രം കൊണ്ട് കാര്യമില്ല. ഒരു ഐഡൻറ്റിറ്റി ഇല്ലെങ്കിൽ നാട്ടിലൊരു പട്ടിയും വില തരില്ല എന്ന് മനസ്സിലാക്കിയ പുഷ്പ അങ്ങനെ മനം നൊന്ത് കഴിയുകയാണ് ഇവിടെ. ഇതിനിടയ്ക്ക് വേണം പുഷ്പയ്ക്ക് മറ്റ് ജോലികൾ ചെയ്യാൻ. നാട്ടുകാരെയും കൂട്ടുകാരെയും എല്ലാം രക്ഷിക്കണം. പൈസയുണ്ടെന്ന് 4 ആളെ അറിയിക്കണം. പൊടിയിലും കളറിലുമെല്ലാം കിടന്ന് ഡാൻസ് കളിക്കണം. ഇതിനു പുറമെ അട്ടർ സൈക്കോ ആയ ശ്രീവല്ലിയുടെ എല്ലാ കഴപ്പിനും നിന്നു കൊടുക്കണം. ഒരു മനുഷ്യ ജന്മത്തിന് അനുഭവിക്കാൻ ഇനി വേറെ എന്തു വേണം? ഇനി നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. ശ്രീവല്ലിയുടെ സ്വപ്നം. ഒരു കലിപ്പനെ കെട്ടണം. കലിപ്പൻ മട്ടൻ കറിയുടെ ടേസ്റ്റ് നോക്കി നല്ലത് പറയണം. തൊട്ടാൽ പീലിങ്സ് തോന്നണം. പിന്നെ കുറച്ച് വെറുപ്പിക്കണം. വീണ്ടും പീലിങ്സ് തോന്നണം. പിന്നെയും വെറുപ്പിക്കണം. വീണ്ടും പീലിങ്സ് തോന്നണം. വീണ്ടും വെറുപ്പിക്കണം. ഇതൊക്കെ തന്നെ സ്വപ്നം. ഇവരുടെ ഈ ദുഃഖത്തിലും സ്വപ്നത്തിലുമെല്ലാം പങ്കുചേരാൻ ഒരാൾ കൂടി വേണമല്ലോ. എവിടെയാണ് നമ്മുടെ വില്ലൻ? ആഹാ, അന്തസ്. ഇതാണ്ടാ വില്ലൻ. അടിപൊളി. ഫസ്റ്റ് പാർട്ടിൽ പുലി പോലെ വന്ന മുതലാണ് ഈ എലി പോലെ ഇപ്പോൾ നടക്കുന്നത്. ഇത്രയും വലിയ റിച്ച് സെറ്റപ്പൊക്കെ ആണെങ്കിലും ഒരു ചെറിയൊരു ലോക്കൽ പോലീസുകാരനെ ഇപ്പോഴും പുഷ്പയ്ക്ക് പേടിയാണ്. അങ്ങനെ സിനിമ മുമ്പോട്ട് പോകുമ്പോൾ ഇവർ തമ്മിലുള്ള ഈഗോയും കൂടുന്നു. പുഷ്പയെ പിടിക്കാൻ ഷെഖാവത്ത് ശ്രമിക്കുന്നു. ചന്ദനം കടത്താൻ പുഷ്പ ശ്രമിക്കുന്നു. ഇതിനിടയ്ക്ക് 2000 ടണ്ണിൻ്റെ ചന്ദനം കടത്തുവാൻ ഒരുത്തനുമായി പുഷ്പ കരാറ് വയ്ക്കുന്നു. ഈ ഒരു കാര്യം ഷെഖാവത്തിനോട് വെല്ലുവിളിക്കുന്നു. ധൈര്യമുണ്ടെങ്കിൽ എന്നെ പിടിക്കിടാ എന്നൊക്കെ പറയുന്നുണ്ട്.
ഓക്കെ വെയിറ്റ്. ഈ 2000 ടൺ മരത്തടി എന്ന് പറയുന്നത് 20,000 കിൻഡൽ വരും. അതായത് 20 ലക്ഷം കിലോഗ്രാം. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു രക്തചന്ദന തടിക്ക് ഏകദേശം 150 മുതൽ 200 കിലോഗ്രാം വരെ വെയിറ്റ് വരും. നമുക്കൊരു 200 കിലോഗ്രാം തന്നെ കൂട്ടാം. അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു പീസ് ചന്ദന തടിക്ക് 200 കിലോഗ്രാം വെയിറ്റ് വരും. അതായത് 2 കിൻഡൽ. അപ്പോൾ ഒരു ടൺ ചന്ദനത്തടി എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം. അതായത് 10 കിൻഡൽ എന്ന് പറഞ്ഞാൽ 5 പീസ് ചന്ദനമരം വരും. അപ്പോൾ 2000 ടൺ ചന്ദനത്തടി എന്ന് പറഞ്ഞാൽ 20,000 കിൻഡൽ. അതായത് ഏകദേശം 10,000 ചന്ദനമരങ്ങൾ വെട്ടിയാലാണ് ഈ 2000 ടൺ ചന്ദനത്തടി കിട്ടുക. ഈ ഒരു 10,000 മരങ്ങളാണ് ഇവരെല്ലാം കൂടി കാട്ടിൽ കയറി വെട്ടി മിനുക്കി കടത്തി അയക്കാൻ പോകുന്നത്. ഓക്കെ, ഐ ഫൗണ്ട് സംതിങ് എൽസ്. ഈ രക്തചന്ദന മരങ്ങൾ ഒരേക്കറിൽ വളരെ അടുപ്പിച്ച് നടുകയാണെങ്കിൽ ഏകദേശം 400 മരങ്ങളോളം നമുക്ക് നടുവാൻ സാധിക്കും. അപ്പോൾ ഈ 10,000 മരങ്ങൾ നടുവാൻ ഏകദേശം 25 ഏക്കർ സ്ഥലം വേണം. ഇത് ഏറ്റവും കുറഞ്ഞ സ്ഥലമാണ്. മിനിമം 25 ഏക്കർ വേണം. കാട്ടിൽ പലയിടങ്ങളിലായി വളരുന്ന ഈ മരങ്ങളാണ് ഇവർ കാട്ടിൽ തേടി കണ്ടുപിടിച്ച് വെട്ടി തടിയാക്കിയത്. ഇത്രയും മരങ്ങളൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ ഒരു കാട് തന്നെ ഇല്ലാതാകും. പുഷ്പണ്ണൻ വേറെ ലെവല് തന്നെ. ഈ വെട്ടിയ തടികളൊക്കെ കുറേ ലോറികളിലായിട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ ഷെഗാവത്ത് ഇത് കണ്ടുപിടിക്കുന്നത്. പുള്ളിയാവട്ടെ ഒരു കാളവണ്ടിയുടെ മുകളിലെല്ലാം കയറി ഒരു തോക്കും ചൂണ്ടി നിൽപ്പാണ്. ഈ ഒരു ഉണക്ക തോക്ക് കണ്ടിട്ടാണ് ഇവന്മാരെല്ലാം എടുത്ത് ചാടുന്നത്. ഈ മുമ്പിലുള്ളവർ ചാടുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷെ എന്തിനാണ് ഈ പുറകിലുള്ളവരെല്ലാം കൂടി ചാടുന്നത്? ഈ ലോറിക്കൊന്നും ഒരു വിലയുമില്ലേ? അങ്ങനെ സിനിമ ഏകദേശം തീരുമാനമായെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ അടുത്ത ട്വിസ്റ്റ് വരുന്നത്. ഈ ഷെഗാവത്ത് പിടിച്ച തടിയെല്ലാം ഫേക്കായിരുന്നു. സാൻഡ്ര എന്ന മരത്തിൻ്റെ തടി. ഓക്കെ, അപ്പോൾ വേറൊരു ചോദ്യം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 10,000 രക്തചന്ദന മരങ്ങളുണ്ട്, 10,000 ഫേക്ക് മരങ്ങളുണ്ട്. അപ്പോൾ ടോട്ടൽ 20,000 മരങ്ങൾ എന്ന് പറഞ്ഞാൽ 50 ഏക്കർ ലാൻഡ് വേണം ഇത്രയും മരങ്ങൾ നടുവാൻ. മൊത്തം 4,000 ടൺ മരങ്ങൾ. ഇതൊക്കെ ഏത് പാരലൽ യൂണിവേഴ്സ് എന്തോ. ഇനി വേറൊരു കോമഡി. ഈ ഷെഗാവത്ത് പിടിച്ച മരങ്ങളെല്ലാം ഫേക്ക് ആണെങ്കിൽ പുഷ്പ എങ്ങനെ ഈ 10,000 മരത്തടികൾ കടത്തി എന്നറിയണ്ടേ? ഈ 10,000 മരത്തടികൾ ഉപയോഗിച്ച് കുറേ കാളവണ്ടി അങ്ങോട്ട് ഉണ്ടാക്കുക. എന്നിട്ട് അത് മുഴുവൻ പെയിൻ്റ് അടിക്കുക. പിന്നെ കുറേ കാളകളെ കൊണ്ട് വലിപ്പിക്കുക. ഈ കണക്കൊക്കെ കണ്ട് നമ്മുടെ കിളി പോയെങ്കിൽ ഷെഗാവത്തിൻ്റെ കിളി പോയില്ലെങ്കിലേ പറയാൻ പറ്റൂ. അങ്ങനെ കിളി പോയ ഈ 2 കൂടി അവിടെ ഒരു ഓട്ടംതുള്ളൽ പ്രസ്ഥാനം തുടങ്ങി വയ്ക്കും. അതിശയമുള്ളവൻ ഞാനെന്നുണ്ടൊരു ഭാവം എങ്കിലതൊട്ടു ശമിപ്പിക്കാൻ എങ്കലരൂനത വരുമെനി മേലിൽ. പിന്നീട് അങ്ങോട്ട് കഥ വേറെ ട്രാക്കിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഷെഗാവത്ത് സൈക്കോ ഷെമ്മിയായി ഒരു പരകായ പ്രവേശം നടത്തി ആ ഫേക്ക് മരമുള്ള ഗോഡൗണെല്ലാം തീയിടും. എന്നിട്ട് പുള്ളിയും അങ്ങോട്ട് പടമാവുന്നു. ഇതിനിടയിൽ നമ്മുടെ ശ്രീവല്ലിയുടെ പുതിയ സ്വപ്നമായ ഒരു കുഞ്ഞിക്കാല് കാണൽ പദ്ധതി സഫലമാകുന്നു. അങ്ങനെ പുഷ്പയുടെ ദുഃഖം വീണ്ടും കൂടുകയാണ്. ഒരു ആൺകുഞ്ഞ് വേണ്ട, പെൺകുഞ്ഞു മതി, എന്നാലാണ് തൻ്റെ കുടുംബപ്പേര് ആ കുഞ്ഞിന് കിട്ടുള്ളൂ എന്നെല്ലാം പറഞ്ഞ് പുഷ്പണ്ണൻ കരയുകയാണ്. ഒരു നിമിഷം നമുക്ക് തോന്നിപ്പോകും, ഈ ചന്ദനം കടത്താൻ പോയ പുഷ്പ എന്തിനാണ് ലൊക്കേഷൻ മാറി ചന്ദനമഴ സീരിയലിൻ്റെ സെറ്റിലേക്ക് ചെന്നത് എന്ന്. ഇനിയൊരു കുടുംബം മേള തന്നെയാണ് അവിടെ. പെങ്ങളെന്ന് പറഞ്ഞ് ആരൊക്കെയോ വരുന്നു. അവരുടെ പിറകെ കുറേ വില്ലന്മാർ വരുന്നു. അവരെയൊക്കെ പഞ്ഞിക്കിടാൻ നമ്മുടെ പുഷ്പ വരുന്നു. പുഷ്പയെ ഇമോഷണൽ ഡാമേജ് ചെയ്യാൻ നമ്മുടെ കലിപ്പണ്ണൻ വരുന്നു. ഇതിൻ്റെ ഇടയിലൂടെ ശ്രീവല്ലിയുടെ ദേശീയ അവാർഡ് സ്വപ്നം സാക്ഷീകരിക്കുവാൻ വേറെ വരാതും. ഈശ്വര, ഇനി അങ്ങോട്ട് കാണാനുള്ള ത്രാണില്ലാത്തതുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അങ്ങനെ പറന്നടി, ഇഴഞ്ഞടി, ലാഗടി എല്ലാം കഴിഞ്ഞ അവസാനം പുഷ്പണം നമ്മളെ കരയിക്കുകയാണ്. അങ്ങനെ അവസാനം എല്ലാവരും ഒന്നിക്കുകയാണ്. കുടുംബ സീരിയലിനൊരു ഹാപ്പി എൻഡിങ്. വാവ്! പുഷ്പയുടെ ദുഃഖങ്ങളെല്ലാം ഇവിടെ തീരുന്നു. ശ്രീവല്ലിക്കാകട്ടെ പുതിയ സ്വപ്നങ്ങൾ തുടങ്ങുന്നു. ആ സ്വപ്നങ്ങൾ തീർക്കാൻ അതാ വരുന്നു